എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്തമനസ്സുകളോട് പറയുന്നത് വിദ്യാഗോപാല മന്ത്രത്തെക്കുറിച്ചാണ്. എന്താണ് വിദ്യാഗോപാല മന്ത്രം? അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ജപിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇത് എത്ര പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്, എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ വൈഷ്ണവ സുദർശനത്തിലൂടെ എല്ലാ ഭക്തമനസ്സുകളെയും അറിയിക്കുന്നത്. വിദ്യാഗോപാല മന്ത്രം ജപിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും ഉള്ള സമയത്താണ്. അത് കുളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തി ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലിരുന്ന് ഭഗവാനെ ഭക്തിപൂർവ്വം മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ചിട്ടകളോ ആചാരങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ ആ ഒരു ഭഗവാനോട് അടുക്കുന്നതിനനുസരിച്ച്, ഭഗവാന്റെ ആ ഹൃദയത്തിൽ കാണുന്നതിനനുസരിച്ച്, ഭഗവാന്റെ ഈ നാമങ്ങൾ നമ്മൾ കൂടുതൽ ചൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് സമൂഹത്തിൽ വിദ്യയിലൂടെ ഉയർച്ച നേടിയ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ധാരാളം ആൾക്കാരെ അറിയാൻ സാധിക്കും ഈ വിദ്യാഗോപാല മന്ത്രം അവരുടെ ജീവിതത്തിൽ ഉപാസിച്ചതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് കുളിച്ച് ശുദ്ധമായതിനു ശേഷം നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ മുമ്പിലിരുന്ന് ദിവസവും രാവിലെ 21 വട്ടം ജപിക്കണം. അതുപോലെ തന്നെ വൈകുന്നേരവും ശുദ്ധമായതിനു ശേഷം ഭഗവാനെ അടുത്തിരുന്ന് 21 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണം. ഇനി 21 പ്രാവശ്യം ജപിക്കാൻ സമയമില്ല, അധികം പഠിക്കാനൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ചുരുങ്ങിയത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുതു നിന്നുകൊണ്ട് ആ ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ചൊല്ലാനായിട്ട് നമ്മൾ തയ്യാറാകണം. തീർച്ചയായിട്ടും ചില കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല. ചില അമ്മമാർ പറയും മക്കൾക്ക് അവർ പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ചില കുട്ടികൾക്ക് പറയുന്നത് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും ഉറക്കം വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഈ വിദ്യാഗോപാല മന്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ജീവിത വിജയം നേടിയ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ഈ വിദ്യാഗോപാല മന്ത്രം വലിയൊരു മാറ്റത്തിന് വഴി തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. എപ്പോഴും എല്ലാ മന്ത്രവും പ്രണവം ചേർത്ത് തന്നെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ മന്ത്രം പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഓംകാരം കൂട്ടി ജപിക്കുന്നത്. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഇതൊരു മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രം ചൊല്ലുന്ന രീതിയിൽ തന്നെ ചൊല്ലുക. ചില ആൾക്കാർ മന്ത്രം പാട്ടുപോലെയൊക്കെ ചൊല്ലാറുണ്ട്. പാട്ടുപോലെയല്ല മന്ത്രം ചൊല്ലേണ്ടത്. ചിലപ്പോൾ ചില കോളിംഗ് ബെല്ലൊക്കെ കേൾക്കാം. ഗായത്രി മന്ത്രം ഒക്കെ ഒരു പാട്ടുപോലെ, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഗായത്രി മന്ത്രമാണെങ്കിലും ഏത് മന്ത്രമാണെങ്കിലും മന്ത്രം ചൊല്ലുന്നതിന് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ ചൊല്ലുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർത്ഥം അറിഞ്ഞ് മന്ത്രം ചൊല്ലുമ്പോൾ അതിന് ഫലം ഇരട്ടിയാണ് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ആ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു ഭാവന, ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്താണ്? ആ ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത്, ആ ഒരു രൂപമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ അർത്ഥത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ പറയുകയാണ്. അല്ലയോ ഭഗവാനെ, ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഹരേ എന്ന് പറഞ്ഞ ഒരു പദം.
സർവ അറിവിൻ്റെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, അതാണ് സർവജ്ഞ ത്വം പ്രസീദമേ. ഭഗവാനെ, എല്ലാ അറിവിൻ്റെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, ഗോലോകപാലകനായിട്ടുള്ള ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും കാരണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് എന്നിൽ പ്രസാദിക്കണമേ. സർവജ്ഞ ത്വം പ്രസീദമേ. എല്ലാ അറിവിൻ്റെയും മൂർത്തിമത് ഭാവമാണ് അവിടുന്ന്. ഭഗവാനിൽ നിന്നാണ് എല്ലാ അറിവുകളും ഞങ്ങളിലേക്ക് വരേണ്ടത്. രമ രമണ വിശ്വേശ. രമ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയുടെ രമണനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള വിശ്വേശ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ഈ 14 ലോകങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ, വിദ്യാം ആശു പ്രയച്ഛമേ. എനിക്ക് വിദ്യയെ പ്രയച്ഛമേ, എനിക്ക് തന്നാലും എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, എല്ലാ അറിവിൻ്റെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് ആ മഹാലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ആ സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഇരിപ്പിടമാണ് അല്ലേ ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയുടെ ആ ഭർത്താവായിട്ടുള്ള ഭഗവാനെ, വിശ്വേശ, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നായകനായിട്ടുള്ള നാഥനായിട്ടുള്ള സർവ പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ, വിദ്യാം ആശു പ്രയച്ഛമേ. എനിക്ക് വിദ്യയെ വളരെ പെട്ടെന്ന് തന്നെ നൽകി അനുഗ്രഹിച്ചാലും ഭഗവാനെ. അപ്പം ഇതാണ് ഈ പ്രാർത്ഥനയുടെ, ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പം ഈ മന്ത്രം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഫലം 3 ഇരട്ടി ഉറപ്പാണ്. അപ്പം നമുക്കൊരു പ്രാവശ്യം കൂടി ഈ മന്ത്രം ഒന്ന് ചൊല്ലി ഭഗവാന്റെ തൃപാദങ്ങളിൽ ഇത് സമർപ്പിക്കാം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദമേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ.